UDF-ന് വൻപിച്ച വിജയപ്രതീക്ഷയാണ്. UDF-ന് വൻപിച്ച വിജയപ്രതീക്ഷയാണ്. എല്ലായിടത്തും വളരെ ആവേശകരമായ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരായി ജനങ്ങൾ ഒരുമിച്ച് അണിനിരക്കുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പ്രധാനമായും നമ്മൾ ഹൈലൈറ്റ് ചെയ്യപ്പെട്ട വിഷയങ്ങൾ ഒന്ന് വിലക്കയറ്റമാണ്, രണ്ട് തൊഴിലില്ലായ്മയാണ്, മൂന്നാമത് വികസനമില്ലായ്മയാണ്. അതോടൊപ്പം തന്നെ ശബരിമല തീർച്ചയായും ഈ ചർച്ചയിൽ മുന്നിൽ നിന്ന ഒരു വിഷയമാണ്. അപ്പോൾ സാധാരണക്കാരെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുടനീളം ചർച്ച ചെയ്തത്. ഞാൻ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് SITക്ക് കൊടുത്തു എന്നുള്ളത് ശരിയാണ്. അത് എനിക്ക് കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ചാണെങ്കിൽ ഇതൊരു അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലിംഗ് നടത്തുന്ന ആളുകളാണ് ഇത് സ്വർണ്ണപ്പാളിയെല്ലാം അടിച്ചുകൊണ്ട് പോയത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വലിയ 500 മുതൽ 1000 കോടി വരെ ഇതിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ഒരു സാധനത്തിന് വിലയല്ല ആന്റിക്സ് ആവുമ്പോൾ അത് അന്തർദേശീയ മാർക്കറ്റിൽ. സുഭാഷ് കപൂറിന് ഇത് ബന്ധമുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ചോദിച്ചു. അപ്പോൾ ഇത് വലിയ ഒരു അന്തർദേശീയ സംഘം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നിസ്സാരമായി കാണേണ്ട ഒരു സ്വർണ്ണ മോടിച്ചുകൊണ്ട് പോയതല്ല. ഇതിന്റെ പിന്നിൽ വലിയ തോതിലുള്ള ഗൂഢാലോചനയും അന്തർദേശീയ ആന്റിക്സ് സ്മഗ്ലേഴ്സും ഇതിന്റെ പിന്നിലുണ്ട്. ആള് പറഞ്ഞതാണ്. ആ പറഞ്ഞ ആളിന്റെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. SIT എന്നെ വിളിച്ചാൽ ആ പേരും നമ്പരും അദ്ദേഹം എനിക്ക് തന്നിട്ടുള്ള വോയിസ് മെസ്സേജ് ഉൾപ്പെടെ ഞാൻ അവർക്ക് കൊടുക്കാൻ തയ്യാറാണ്. എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഇല്ല, പക്ഷെ ആ വ്യക്തി എന്നോട് പറഞ്ഞ വ്യക്തിയുടെ കയ്യിൽ അതിന്റെ എല്ലാ വിവരങ്ങളും ഉണ്ട്. അത് അദ്ദേഹം SITയുടെ മുമ്പിൽ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സുരക്ഷിതത്വം നൽകിയാൽ അദ്ദേഹം പറയാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭരണ നേതൃത്വവും ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള മട്ടിലാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു വലിയ തട്ടിപ്പാണ്, വലിയ കൊള്ളയാണ് നടന്നത്. ശബരിമല ക്ഷേത്രത്തിന്റെ പവിത്രതയെ നശിപ്പിക്കാനും ഭക്തജനങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്താനും മാത്രമേ ഇത് സഹായിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ കാണുന്ന പോലെ സ്വർണ്ണം ആരിൽ അടിച്ചുകൊണ്ട് പോയെന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ മാനമുണ്ട്. ഇന്റർനാഷണൽ റെമിഫിക്കേഷൻസ് ഉള്ള ഒരു വലിയ സ്വർണ്ണക്കടത്താണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതിന്റെ വിശദമായ വിവരങ്ങൾ ഞാൻ SIT ചോദിച്ചാൽ ഞാൻ പറയും. അപ്പൊ എന്റെ കയ്യിൽ തെളിവുകളില്ല, പക്ഷെ എന്നോട് പറഞ്ഞ ആളുകൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങളുണ്ട്. ആ പറഞ്ഞ ആള് അവരുടെ SITയുടെ മുമ്പിലും കോടതിയിലോ പറയാൻ തയ്യാറാണ്. ഇല്ല, ഇന്ന് കൊടുത്തല്ലേ ഉള്ളൂ, ഇന്ന് കത്ത് കൊടുത്തിട്ടേ ഉള്ളൂ. തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തന്നെ ഈ വിഷയം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ശബരിമലയിൽ നടന്ന ഈ കൊള്ള ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമല്ലേ. 2 CPM നേതാക്കന്മാർ ജയിലിലല്ലേ, ഇനിയും ജയിലിൽ പോകാൻ പോകല്ലേ. മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോകേണ്ടി വരും. ഇതിന്റെ പൂർണ്ണമായ വിവരം വന്നു കഴിയുമ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ ജയിലിൽ പോയിരിക്കും, ഒരു സംശയവും വേണ്ട. അപ്പൊ ഞാൻ പൊതുജന താല്പര്യം കണക്കിലെടുത്തുകൊണ്ടാണ് എനിക്ക് ഈ വിവരം കിട്ടിയപ്പോൾ ഞാൻ SITയെ അറിയിച്ചത്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എന്റെ കടമയാണെന്ന് ഞാൻ കരുതുന്നു. എന്റെ കയ്യിൽ തെളിവുണ്ടായിട്ടോ അല്ലെങ്കിൽ എന്റെ കയ്യിൽ ഏതെങ്കിലും ആധികാരിക രേഖ ഉണ്ടായിട്ടോ അല്ല. പക്ഷെ എന്നോട് ഇത്രയും വളരെ ഗൗരവമായി ഒരു വ്യവസായിയാണ് വന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഐ ഫീൽ ദാറ്റ് ഐ ഷുഡ് ഇൻഫോം ദ SIT അബൌട്ട് ദിസ്. അദ്ദേഹത്തിന് ഭയമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് പുറത്ത് പറയാത്തത്. അതുകൊണ്ട് SITയുടെ മുമ്പിലോ കോടതിയിലോ അദ്ദേഹം പറയാമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രിയാണ് കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാത്തത്, അല്ലാണ്ട് MP-മാരല്ല. MP-മാർ കേരളത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. മുഖ്യമന്ത്രി കേരളത്തിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ 10 വർഷം കൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചതെല്ലാം ഈ കേരളത്തിനും കേരളത്തിലെ ജനങ്ങൾക്കും എതിരായിട്ടാണ്. അതിപ്പോ എല്ലാവർക്കും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലുമില്ല. ആ വിഷയം വ്യക്തിപരമായൊരു വിഷയമാണ്.
ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്. അതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിച്ചിട്ടേയില്ല. അത് നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നാണ് പറയാനുള്ളത്. ശശി തരൂരിനെ കുറിച്ച് വീണ്ടും ആക്ഷേപങ്ങൾ വരുന്നു. ശശി തരൂർ BJP പുകഴ്ചയും അകത്തിന് മുന്നോട്ട് പോകുന്നു. കോൺഗ്രസിന് ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നം ശശി തരൂരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയുടെ മുമ്പിലില്ല. അദ്ദേഹം ചില അഭിപ്രായങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എന്നുള്ളതിനപ്പുറം അദ്ദേഹം ഒരു പൂർണ്ണ രാഷ്ട്രീയക്കാരനല്ലല്ലോ. അതുകൊണ്ട് പറയുന്നതായിരിക്കും, അതിനകത്ത് വേറെ അർത്ഥം കാണണ്ട. നടത്തിയ വിരുന്നില് ശശി തരൂർ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും മറ്റു ഉന്നത നേതാക്കളും ഇല്ല. അത് ആരെ വിളിക്കണം ആരെ വിളിക്കണ്ട തീരുമാനിക്കുന്ന ഗവൺമെന്റ് അല്ലേ. അപ്പൊ വിദേശകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുള്ളതിൽ അദ്ദേഹത്തെ വിളിച്ചു, അദ്ദേഹം പോയി. അതിനപ്പുറത്തേക്കൊന്നും കാണേണ്ട കാര്യമില്ലെന്നാണ് എന്റെ വിശ്വാസം. പാർട്ടിയുടെ ഉന്നത നേതാവും പ്രതിപക്ഷ നേതാവും ഇല്ലാത്തൊരു സദസ്സിനകത്തേക്ക് അങ്ങനെ ഒരു അല്ല, അത് ഗവൺമെന്റ് അല്ലേ വിളിക്കേണ്ടത്. ആരെ വിളിക്കണമെന്ന് അവരല്ലേ തീരുമാനിക്കും. പങ്കെടുക്കുന്നതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്, വ്യക്തിപരമായി തീരുമാനിക്കേണ്ടതാണ്.